അമ്മേ, ചാന്ദിനി, ഇന്ന് ഡിന്നറിന് എന്താണ്? ഇന്ന് കോളിഫ്ലവർ കൊണ്ടൊരു പുതിയ കറി വെക്കാം. പുതിയ കറിയാ? ഓക്കെ, എന്നാ ഒന്ന് നോക്കിയാലോ? നോക്കാലോ. ഓക്കെ. ഒരു പാൻ അടുപ്പത്ത് വെച്ചു, അതിൽ ഓയിൽ ഒഴിച്ചു. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അതിനകത്തേക്ക് ഇട്ടു കേട്ടോ. കോളിഫ്ലവറൊക്കെ നല്ലോണം വാടി. ഇനി അതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇട്ട് അതും കൂടെ ഒന്ന് വാടട്ടെ കേട്ടോ. ഞാനിവിടെ ഒരു 2 സവാള എടുത്തിട്ട്, ചെറിയ സവാള, അതും കൂടെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഒന്നും കൂടെ വാട്ടിയെടുക്കാം. നമ്മുടെ കോളിഫ്ലവറും സവാളയും നല്ലോണം വാടി. ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിനകത്തേക്ക് പെപ്പർ പൗഡർ ചേർത്തു, നല്ലോണം ചേർത്തു കേട്ടോ. ഇനി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കാണ്. നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. നമ്മുടെ കാശ്മീരി മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ചൂടായി. ഇനി അതിനകത്തേക്ക് നമ്മൾ നല്ലോണം ഒരു 2 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒഴിക്കാം കേട്ടോ. അതിൻ്റെ കൂടെ ഒരു 1/4 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇടാം. നല്ലതുപോലെ ഇളക്കുക. എന്നിട്ട് നമുക്കത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നല്ല ഡ്രൈ അപ്പം ഞാനൊരു ശകലം വെള്ളവും കൂടെ ഒന്ന് ഒഴിക്കാമെന്ന് വിചാരിച്ചു. വെച്ചാൽ കോളിഫ്ലവറിലൊന്നും നല്ലോണം പുരണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ശകലം വെള്ളം കൂടെ തളിച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. എളുപ്പത്തിലൊരു കോളിഫ്ലവർ കറി റെഡി ആയിട്ടുണ്ട്. മല്ലിയില വേണമായിരുന്നു, കുറച്ച് മല്ലിയില ഇട്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു, ടേസ്റ്റുമായിരുന്നു. മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാനിട്ടില്ല, സോറി ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും കേട്ടോ. ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല ഒരു ചപ്പാത്തി കറി ഉണ്ടാക്കാൻ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.